വൈകിട്ട് 6 മണിക്ക് ശേഷം കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പല മേഖലകളിലേക്കും ബസ്സില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. സ്വന്തമായി വാഹനങ്ങളില്ലാതെ വീടെത്താൻ ബസ്സെ മാത്രം ആശ്രയിക്കുന്ന പലരും ഇതിനാൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഓട്ടോ വിളിക്കാൻ പണമില്ലാത്തതിനാൽ നടന്നു പോകുന്നവർ വരെയുണ്ട്. ചേട്ടാ, ഏക്കാട്ടൂരിലേക്കുള്ള ബസ് പോയോ? ഏക്കാട്ടൂർ 6:20 ബസ് പോയി. കീഴേരൂരോ? അതും ലാസ്റ്റ് ബസ് 6:20. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ബസ്സില്ല അപ്പം അങ്ങോട്ടേക്ക്? ഇല്ല, അപ്പോൾ ഉണ്ടായില്ല. 6:20 കഴിഞ്ഞാൽ പിന്നെ ഇല്ല. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതുപോലുള്ള പല പ്രദേശങ്ങളിലേക്കും രാത്രി 7 മണി കഴിഞ്ഞാൽ ബസ് സർവീസ് ഉണ്ടാകില്ല. ഇതുമൂലം ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായ യാത്രക്കാരാണ്. ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അത്ര അവശ്യമായിട്ടായിരിക്കും വരിക. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയിട്ട് ഒരു തുള്ളി വെള്ളം കാച്ചി കുടിക്കാനുള്ള അവസ്ഥയിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഗതികേടിലാണ് ഉണ്ടാവുക. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏക്കാട്ടൂരിലേക്ക് വൈകിട്ട് 6:20 കഴിഞ്ഞാൽ ബസ്സില്ല. മുത്താമ്പി നടേരി വഴി കീഴേരൂർ റൂട്ടിൽ ആകെയുള്ള ഒരു ബസ് 6:30 സ്റ്റാൻഡിൽ നിന്നും എടുക്കും. മുജുകുന്ന് ഭാഗത്തേക്കാണെങ്കിൽ 7 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. മേപ്പയ്യൂർ അരിക്കുളം റൂട്ടിലേക്കൊന്നും ബസ് ഉണ്ടാവില്ല സാധാരണ. അപ്പോൾ ഒരുപാട് കാശ് കൊടുത്ത് ഓട്ടോറിക്ഷേനൊക്കെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. ഓട്ടോറിക്ഷ തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ലോങ് റൂട്ടിലേക്കൊന്നും ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാത്ത അവസ്ഥയാണ്. ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന ആളുകളുടെ ദുരിതം ഭയങ്കര. പകൽ സമയത്ത് 10-15 മിനിറ്റ് വ്യത്യാസത്തിൽ ബസ് ഉണ്ടെങ്കിൽ രാത്രി അതല്ല അവസ്ഥ. മണിക്കൂറുകൾ കാത്തുനിന്നാലും ബസ് കിട്ടിയെന്ന് വരില്ല. പിന്നെ വീടെത്തണമെങ്കിൽ ഓട്ടോ പിടിക്കണം. ദിവസേന ഓട്ടോ കൂലി നൽകി യാത്ര ചെയ്യാൻ കഴിയാതെ കാൽനടയായും കാണുന്ന വണ്ടിയിൽ കൈ കാണിച്ചുമൊക്കെ പോകുന്നവരുണ്ട്. ബസ് നമ്മൾ വിചാരിച്ച സമയത്തിന് ഉണ്ടാവില്ല. ഉള്ള ബസ്സാണെങ്കിൽ 6 മണിയാകുമ്പോഴത്തേനും ബസ് നിർത്തുകയും ചെയ്യും. ഇതിൽ കൂടെ കടന്നു പോകുന്ന 2 വീലറിന് കൈ കാണിച്ച് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഉൾനാട്ടിലേക്ക് ബസ്സില്ലാത്തത് വലിയൊരു കുട്ടികളെയും സ്ത്രീകളെയാണ് ഒരുപാട് അത് ബാധിക്കുന്നത്. 8 മണിക്ക് ശേഷം പിന്നെ ഓട്ടോ എല്ലാം വിളിക്കാറുണ്ട്. കൂടുതൽ ആ സമയത്താണ് ആ സൈഡിലേക്ക് ഓട്ടോ ഉണ്ടാകുന്നത്. റിട്ടേൺ ഓട്ടോ ഒന്നും കിട്ടാറില്ല. അത് കാലി അടിച്ച് തന്നെ വരിക ചെയ്യാം. അരിക്കുളത്തേക്ക് ഇവിടുന്ന് ഒരു 160 റുപ്യാണ് വാങ്ങുന്നത്. ഒരു നഷ്ടം തന്നെയാണ്. പക്ഷേ അത് നമുക്ക് കൂടുതൽ വാങ്ങാൻ പറ്റില്ലല്ലോ. അതിനൊരു ടൈം കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ കൂടുതൽ റിട്ടേൺ ചാർജ് വാങ്ങാൻ പറ്റുള്ളൂ. 7 മണി കഴിയുന്നതോടെ പേരാമ്പ്ര റൂട്ടിലോടുന്ന ബസ് 5-ാം പീടികയിൽ ട്രിപ്പ് അവസാനിപ്പിക്കും. ചില റൂട്ടിൽ മതിയായ യാത്രക്കാരില്ലാതെ വരുന്നതിനാൽ നഷ്ടം കണക്കിലെടുത്ത് പാതിയിൽ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണെന്ന് ബസ്സുകാർ പറയുന്നു. പെർമിറ്റ് ഉണ്ടായിട്ടും റൂട്ടിലോടാത്ത ബസ്സുകൾ തോന്നിയയിടത്താണ് സർവീസ് നിർത്തുന്നത്. ഇങ്ങനെ നേരത്തെ ട്രിപ്പ് അവസാനിപ്പിച്ച് കയറ്റിയിടുന്ന ബസ്സുകളുമുണ്ട്. KSRTC ബസ്സെങ്കിലും അനുവദിച്ച് ദുരിതം മാറ്റണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വിദ്യാർത്ഥികളും ജോലി കഴിഞ്ഞെത്തുന്ന സ്ത്രീകളും സ്വന്തമായി വാഹനമില്ലാത്തവരുമൊക്കെയാണ് ഇതുപോലുള്ള സമയത്ത് ബസ്സില്ലാതാകുന്നതോടെ ഏറെ ബുദ്ധിമുട്ടിലാകുന്നത്. ഓട്ടോ വിളിച്ചു പോകാനൊക്കെ വലിയ പൈസ ചിലപ്പോൾ കയ്യിൽ ഉണ്ടായെന്നും വരില്ല. ഏതായാലും ഇതിനൊരു പരിഹാരം വേണമെന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം. ജസ്റ്റിൻ മാത്യുവിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.